ശരിക്കും പെട്ടെന്ന് ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുന്നത് ഉറപ്പാണ്. അപകടം സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ. ഈ അപകടം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് അതിന് പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് യാതൊരുവിധ കാരണവുമില്ല. വെള്ളം അടഞ്ഞു കിടക്കാണ്. ഇതിപ്പോൾ തുടർച്ചയായ മൂന്നാം ദിവസമാണ് ഈ നിലയിൽ തുടരുന്നത്. ഒരു കാര്യവും നടക്കുന്നില്ല. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു മാന്തലൊക്കെ ഇന്നലെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ശാശ്വത ഒരു പരിഹാരമായിട്ടില്ല. ഈ അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. നാശനഷ്ടം അതിനനുസരിച്ച് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് നേരെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് കുറ്റിക്കാട്ടൂർ ആനക്കുഴിക്കരയിലാണ്. ഇവിടെ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് മാവൂർ റോഡാണ്. ഇവിടെ കുറ്റിക്കാട്ടൂർ ആനക്കുഴിക്കരയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. നിലവിൽ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്നുണ്ട്. പക്ഷേ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടാണ് ചെറിയ വാഹനങ്ങൾ, ബൈക്കും സ്കൂട്ടറുമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. മഴ പെയ്തു തുടങ്ങിയാൽ തന്നെ വെള്ളക്കെട്ടുണ്ടാകുന്ന മേഖലയാണ്. ഇവിടങ്ങളിലൊക്കെ താഴ്ന്ന പ്രദേശമാണ്. ഇപ്പോൾ ജനജീവിതം വളരെ ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം ഈ റോഡരികിലുള്ള കടകളിൽ പകുതിയും ഇപ്പോൾ തുറന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം വെള്ളം അടിച്ചു കയറിയതിനെ തുടർന്ന് കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. ഓടയൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും അത്ര ഫലവത്താകുന്നില്ല എന്നുള്ളതാണ്. ഓടയിലൂടെ വെള്ളം ഒഴുകി പോകുന്നില്ല, റോഡിൽ അതിങ്ങനെ കെട്ടി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വാഹനങ്ങൾ പോകുമ്പോൾ നമ്മുടെ ദേഹത്തേക്കും വെള്ളം അടിച്ച് കയറുന്നുണ്ട്. ഇതിപ്പോൾ എത്ര സമയമായിട്ട് ഇങ്ങനെയുണ്ട്? ഇത് മെനിയാന്ന് മുതൽ തുടങ്ങിയിട്ട് ചെറിയൊരു മഴ പെയ്യുമ്പോഴത്തേനും ഈ നാടിൻ്റെ അവസ്ഥ എങ്ങനെയാണ്. ഇന്നിപ്പോൾ സ്കൂളില്ലാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. സ്കൂളുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ കുട്ടികൾ പോകേണ്ട വഴിയാണ് ഈ സൈഡിൽ കൂടെ പോകേണ്ടതാണ്. ഇതിൽ ട്രെയിനേജ് ഏതാ റോഡ് ഏതാണെന്ന് മനസ്സിലാവാത്തൊരവസ്ഥയാണ്. പിന്നെ ഒരുപാട് വണ്ടികൾ ഇവിടെ കുടുങ്ങിയിട്ട് പോകുന്നൊരവസ്ഥയാണ്. വീട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഒരു വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ വരൂല. കാരണം വെള്ളം കൊണ്ട് വരാൻ മടിക്കുന്ന ഒരു അവസ്ഥയും കൂടിയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ നിലവിൽ കടകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പം കടകൾ തുറക്കാൻ പറ്റാത്തൊരവസ്ഥ. മൊത്തത്തിൽ എന്താ പറയുക, കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളത്. മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ഒരു റോഡും കൂടിയാണ്, മെയിൻ റോഡും കൂടിയാണ്. മെഡിക്കൽ കോളേജിലേക്ക് ഒരു അത്യാഹിതമായിട്ട് ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വഴിക്ക് പോകുന്നത്. ഇന്നലെ പോകുന്നേരം തന്നെ ആംബുലൻസൊക്കെ കുടുങ്ങിയിട്ടുണ്ട്. നിരവധി ആംബുലൻസുകൾ ഇവിടെ ഇപ്പോൾ ഈ ഓടയും സ്ലാബൊക്കെ കാണുന്നുണ്ടല്ലോ, അതിലൊന്നും പോകുന്നില്ല അല്ലേ? വെള്ളം അടഞ്ഞു കിടക്കാണ്. ഇതിപ്പോൾ തുടർച്ചയായ മൂന്നാം ദിവസമാണ് ഈ നിലയിൽ തുടരുന്നത്. ഒരു കാര്യവും നടക്കുന്നില്ല. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു മാന്തലൊക്കെ ഇന്നലെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ശാശ്വത ഒരു പരിഹാരമായിട്ടില്ല. ഈ തോടിൻ്റെ ഡ്രൈനേജിൻ്റെ വീതി കുറവാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. അതിന് ഇടപെടേണ്ട ആളുകൾ ആരാണെന്ന് നമുക്കറിയില്ല. ഈ നില തുടരുകയാണെങ്കിൽ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്. ഒരു വെള്ളം നമ്മളൊരു അത്യാവശ്യത്തിന് ഓട്ടോ വിളിച്ചാൽ വരില്ല. ഒരു വണ്ടിക്കാർ, നിരവധി വണ്ടികൾ ഇവിടെ ഓഫായി പോയി, അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടാകുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടുള്ളൊരു പ്രയാസമേറിയ ഈ വർഷമാണ് ഇത്രയും ഇത് രൂക്ഷമായത്. അതിൻ്റെ മുമ്പ് 2-3 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. അത് അത്രയും പെട്ടെന്ന് വലിയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ സ്റ്റക്കായി നിൽക്കുന്ന മൂന്നാം ദിവസമാണ്. ഒരു രക്ഷയില്ല. ഒരു മഴ ഇപ്പോൾ കുറച്ചൊരു ബ്രേക്ക് എടുത്ത് കാണുന്നുണ്ട്. വീണ്ടും പെയ്താൽ ഇനിയും പൊങ്ങും അല്ലേ? പൊങ്ങാൻ സാധ്യതയുണ്ട്. ഇതിലും കൂടുതലാവാൻ, ഇതിനാട്ടിലും കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഇവിടെ അടിയന്തരമായിട്ട് ചെയ്തേ പറ്റുള്ളൂ. വണ്ടിയൊക്കെ ഓഫായി പോകാറില്ലേ? നിരവധി വണ്ടികൾ, ഒരുപാട് വണ്ടികൾ ഇന്നലെ ഓഫായി. സ്ത്രീകളാണ് അധികം കുടുങ്ങി പോകുന്നത്. കാരണം അവർക്ക് പേടിയാണ് ഇത് എങ്ങനെ പോകാൻ. ഞങ്ങൾക്ക് നാട്ടുകാരായതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ആഴവും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ പുറമേ നിന്ന് വരുന്ന ആളുകൾക്ക് അറിയില്ലല്ലോ ഇത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. പിന്നെ വൈകിട്ടായി കഴിഞ്ഞാൽ ഫുള്ള് ബ്ലോക്കുമാണ് ഇവിടെ മൊത്തത്തിൽ. കാരണം വണ്ടി പതുക്കെ പോയിട്ട് നല്ലൊരു ബ്ലോക്കും കൂടിയാണ്. ഇതൊക്കെ ശരിക്കും പെട്ടെന്ന് ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുന്നത് ഉറപ്പാണ്. അപകടം സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ. ഈ അപകടം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് അതിന് പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് യാതൊരുവിധ കാരണവുമില്ല. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ വണ്ടിക്കാരെയൊക്കെ നോക്കി നിൽക്കേണ്ട ഒരു ഇതും കൂടി ആയിരിക്കും അല്ലേ? അതെ. ഞങ്ങൾക്ക് ഇവിടുന്ന് ഇന്നലെ ഒരുപാട് സമയം ഇവിടെ ഓരോരുത്തരെ സഹായിക്കുന്ന പണി തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം വണ്ടി ഓഫായ ഒരു രംഗമാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. കണ്ടല്ലേ? നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു കാറ് വന്നത് വെള്ളത്തിൽ ഓഫായി പോയിട്ടുണ്ട്. നാട്ടുകാർക്ക് ഇത് തന്നെയാണ് ഇവിടെ പണി. കാരണം വാഹനങ്ങൾ വരുന്നു, വെള്ളത്തിൽ ഓഫായി പോകുന്നു, അത് തള്ളി നീക്കുക, സഹായിക്കുക. നാട്ടുകാർ ഇവിടെ റോഡരികിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ ഈ വാഹനങ്ങളൊക്കെ ഓഫായി പോയാൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടി. എന്നെ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ഓടയൊക്കെ ഉണ്ട്, പക്ഷേ അതിലൂടെ ഒന്നും വെള്ളം ഒഴുകി പോകുന്നില്ല എന്നുള്ളതാണ്. ഈ ഓട തോണ്ടിയിട്ടില്ല കേട്ടോ. 2 വർഷത്തോളമായിട്ട് ഈ ഓട ഒന്നും ക്ലീൻ ചെയ്തിട്ട് പോലുമില്ല. ഈ ഓട അത് ഒരാശ്വാസമെങ്കിലും ഉണ്ടാവും. ഈ 2 വർഷത്തോളമായിട്ട് ഇത് തോണ്ടിയിട്ട് തന്നെയല്ലേ ഇവിടെ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്ത് ചെയ്യാനാ? ഇത് എന്ന് പറയാൻ മെഡിക്കൽ കോളേജിൻ്റെ ഏറ്റവും അടുത്ത പ്രദേശമാണ്. ഈ അരീക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നും നിരവധി ആംബുലൻസുകൾ വരുന്ന ഏറ്റവും അടുത്ത പ്രദേശമാണ്. മെഡിക്കൽ കോളേജിലേക്കുള്ള ഷോർട്ട് വഴിയും കൂടിയാണ്.
അതിനൊക്കെ ഒരുപാട് രാത്രിയൊക്കെ വന്നിട്ട് വണ്ടി ഇങ്ങനെ ഷെയറിനടിച്ച് നിൽക്കാന്നല്ലാതെ പോകാൻ കഴിയില്ല. എല്ലാം ബ്ലോക്കായിട്ട് വെള്ളത്തിൽ ഓഫായ വണ്ടികൾ വേറെ, അല്ലാതെ കുടുങ്ങിയവർ വേറെ, നടന്നു പോകുന്ന കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. വളരെ പ്രയാസകരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന് അടിയന്തരമായി നിലവിൽ എന്തെങ്കിലും ഒരു പോംവഴി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ മറ്റുള്ള അധികാരികളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ജനങ്ങൾക്ക് നല്ല പ്രതിഷേധമുണ്ട്, പ്രയാസമുണ്ട്. ഒരു ഓട്ടോ പോലും വിളിച്ച് വീട്ടിൽ പോകാനുള്ള അവസ്ഥയിൽ അല്ല ഇപ്പോഴത്തെ കാര്യങ്ങൾ. അടിയന്തരമായി എന്തെങ്കിലും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഞങ്ങളെ ഒരു പറഞ്ഞു മടുത്തായിരിക്കും. ഒരുപാട് ആളുകൾ പറഞ്ഞ് ചെയ്തൊക്കെ പോയതാണ്, ഒന്നും ശരിയായില്ല. നിങ്ങൾ ആ കാറ് തള്ളി അങ്ങോട്ടേക്ക് മാറ്റുന്ന കണ്ടു, ഇത് സ്ഥിരമായിരിക്കും അല്ലേ? ഇത് ഇന്ന് രാത്രികൾക്കൊക്കെ ഇന്നലെ കുറേ വണ്ടികൾ ഇവിടെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ രാത്രി എല്ലാ ആളുകളും കൂടിയിട്ടാണ് ഇവിടുന്ന് വണ്ടി, ഇതിലും കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നില്ല രാത്രി. അപ്പോൾ ഇന്ന് വണ്ടി ഇപ്പോൾ ഓഫായി പോകുന്ന സിസ്റ്റം, കുറേ വണ്ടികൾ ഇവിടുന്ന് ഇവിടെ ഓഫായിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകം പറയാൻ സ്കൂൾ കുട്ടികളുടെ വിഷയമാണ്. ഈ സ്കൂൾ നാളെ തുറക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഈ കുട്ടികളൊക്കെ നമ്മൾ അപകടം ഇനി നേരത്തെ ഇവിടെ പറഞ്ഞ മാതിരി എന്താ വെച്ചാൽ അപകടം വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് മുന്നേ തന്നെ അധികാരികൾ അതിൻ്റെ നടപടികളായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്. ഇത് തന്നെയാണ് ഇവിടുത്തെ സ്ഥിതി. കുറ്റിക്കാട്ടൂർ ആനക്കുഴിക്കരയിലാണ് ഇങ്ങനെ വെള്ളക്കെട്ടുള്ളത്. ജനങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. ഓട സംവിധാനം അത് കാര്യക്ഷമമല്ല. പഞ്ചായത്തിലൊക്കെ പരാതി നിരവധി തവണ പറഞ്ഞതാണ്, പരാതി പറഞ്ഞ് മടുത്തതാണ്. പക്ഷേ മഴക്കാലപൂർവ്വ ശുചീകരണമൊന്നും കൃത്യമായി നടത്തിയിട്ടില്ല